ഇന്നത്തെ എന്റെ അതിഥികൾ ബ്രിസ്റ്റോൾ ബ്രാഡ്ലി സ്റ്റോക്കിന്റെ മുൻ മേയറും UK കൺസർവേറ്റീവ് ഫെഡറേഷന്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗവുമായ കൗൺസിലർ ടോം ആദിത്യ, കോളമിസ്റ്റ് നിർമ്മൽ എബ്രഹാം, റിപ്പബ്ലിക്കൻ പാർട്ടി അനുഭാവിയും സംരംഭകനും IT കൺസൾട്ടന്റുമായ ജോൺ പണിക്കർ എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ശ്രീ നിർമ്മൽ എബ്രഹാം. സ്ത്രീവിരുദ്ധ നിലപാടുകളിലൂടെയൊക്കെ വളരെ ചർച്ചയായ ഒരു വ്യക്തിയാണല്ലോ ഇബ്രാഹിം റൈസി. മക്സാമിനിയുടെ കേസിലാണെങ്കിലും ഒക്കെ നമുക്കറിയാം എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ അത്തരത്തിൽ വളരെ വർഷമായി തങ്ങൾ അടക്കി വെച്ചിരുന്ന ആ ഒരു വികാരം ഒരു ആഹ്ലാദത്തിന്റെ രൂപത്തിൽ പുറത്തേക്ക് ഒഴുകിയതാണോ അത്? അല്ല, സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നതിനേക്കാളും മനുഷ്യവിരുദ്ധത എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട്, കൃത്യമായിട്ട് പറഞ്ഞാൽ 36 വർഷമായിട്ട് ഒരുപാട് ആളുകൾ, ജനറേഷൻ ഓഫ് ആളുകൾ അനുഭവിച്ചു വരുന്ന ടോർച്ചറിന്റെ സന്തോഷമാണ് അവിടെ കണ്ടത്. 1988 മാസ് എക്സിക്യൂഷൻ നടന്നത്. അതായത് ഏകദേശം അമേരിക്കയുടെ കണക്കനുസരിച്ചാണ് 5000-ഓളം ആൾക്കാരെ എക്സിക്യൂട്ട് ചെയ്തു, 30,000-ഓളം ആൾക്കാരെ കൊന്നു. അദ്ദേഹം ഓരോ ഘട്ടത്തിലും ഓരോ സ്റ്റേജിലും ഓരോ പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുമ്പോഴത്തേക്കും പലതവണ ഇതുപോലെ ഇംപ്രിസൺമെന്റും ടോർച്ചറും ഡെത്തിലേക്കും ആൾക്കാരെ തള്ളിവിട്ടിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ ഇന്റഗ്രിറ്റിയെ 2009 ചോദ്യം ചെയ്തു. ഇലക്ഷൻ നടന്നത് പ്രോപ്പറായിട്ടല്ല, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ചോദ്യം ചെയ്തതിന്റെ പേരിൽ 1500 ആളുകളാണ് കൊല്ലപ്പെട്ടത്. അതേപോലെ ക്യാമ്പസ് പ്രൊട്ടസ്റ്റുകൾ നമ്മൾ കഴിഞ്ഞ മാസം ചർച്ച ചെയ്തൊരു വിഷയമാണ്. അമേരിക്കയിലെ ക്യാമ്പസ് പ്രൊട്ടസ്റ്റുകൾ, സിമിലർ ആയിട്ടുള്ള ക്യാമ്പസ് പ്രൊട്ടസ്റ്റുകൾ നടന്നപ്പോൾ അവിടെയും ക്യാമ്പസിൽ പ്രൊട്ടസ്റ്റ് ചെയ്ത കുട്ടികളെ ഇംപ്രിസൺ ചെയ്തു, ടോർച്ചർ ചെയ്തു, പല കുട്ടികളും മരിക്കുകയും ചെയ്തു. മിസറി ഇൻഡെക്സ് ഉണ്ട്. നമ്മൾ പലപ്പോഴും ഫിൻലാൻഡ് ഇസ് എ ഹാപ്പിയസ്റ്റ് നേഷൻ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും അനൗൺസ് ചെയ്യാറുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഇൻഡെക്സ് ആണ് മിസറി ഇൻഡെക്സ്. അതായത് ഒരു രാജ്യം എത്രമാത്രം കഷ്ടപ്പെടുന്നു, അവിടുത്തെ ആളുകൾ എത്രമാത്രം ദുഃഖിതരാണ് എന്നുള്ളതിന്റെ ഇൻഡെക്സ് ആണ് മിസറി ഇൻഡെക്സ്. ആ ഇൻഡെക്സിൽ ഇറാന്റെ സ്ഥാനം 8ാമതാണ്. എന്ത് തരത്തിലുള്ള പ്രൊട്ടസ്റ്റോ അജിറ്റേഷനോ ഡിസ്കഷനോ വന്നു കഴിഞ്ഞാൽ അതിനെ അടിച്ചമർത്തുകയും ആ പ്രൊട്ടസ്റ്റ് നടത്തുന്ന ആളുകളെ ഇംപ്രസൺ ചെയ്യുകയും പലരെയും കൊല്ലുകയും ചെയ്തു. അതിന്റെ അവസാനത്തെ കണ്ണിയാണ് താങ്കൾ പറഞ്ഞ സ്ത്രീയെ ഡ്രസ് കോഡിന്റെ പേരിൽ ജയിലിൽ അടക്കുകയും അതിനുശേഷം കൊല്ലപ്പെട്ടു എന്ന് ആളുകൾ പറയുന്നെങ്കിലും അവർ അവകാശപ്പെടുന്നത് മരണപ്പെട്ടു, ഹാർട്ട് അറ്റാക്ക് കാരണം മരണപ്പെട്ടു എന്ന് അവർ പറയുന്നു. അങ്ങനെ പല തിയറീസ് ഉണ്ട്. എന്തായാലും മരണത്തിന് ഇടയാക്കിയത് റൈസി തന്നെയാണ്. ഇതിന്റെയൊക്കെ ഒരു ആഘോഷമാണ് നമ്മൾ ആക്ച്വലി കണ്ടത്. ഇനി അമേരിക്കയ്ക്ക് യാതൊരു പങ്കും ഇല്ലെന്ന് തന്നെ തറപ്പിച്ച് പറയാം. കാരണം 2 റീസൺ ഉണ്ട്. അമേരിക്ക ഇപ്പം ഇലക്ഷനിലോട്ട് പോകുന്നു. ഒരു വശത്ത് അവര് വിക്ടിമായിട്ടുള്ള യുക്രൈനെ സഹായിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബൈഡന്റെ ഒരു വോട്ടർ ബേസ് അദ്ദേഹത്തെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് യുക്രൈനെ ഇത്രയധികം കോടിക്കണക്കിന് രൂപ അയച്ചു കൊടുക്കുന്നത്, അവരെ എന്തിനാണ് സഹായിക്കുന്നത് ചോദിക്കുന്നു. മറുവശത്ത് ഒപ്രസർ ആയിട്ടുള്ള ഇസ്രായേലിനെ സഹായിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേറൊരു കൂട്ടം വോട്ടേഴ്സ് ബഹളം വെക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനി ഇറാനെയും കൂടെ പിണക്കിക്കൊണ്ട് ആ വാർ എക്സ്പാൻഡ് ചെയ്ത് അവിടെ വലിയ ഇഷ്യൂ ആക്കി ഈ ഇലക്ഷന് മുന്നേ അദ്ദേഹവും അമേരിക്കയോ അതിന് മുതിരില്ല. അവർക്ക് അതിന്റെ ആവശ്യമില്ല. ഇസ്രായേലിന്റെ കേസും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. പിന്നെയും വേണമെങ്കിൽ കോൺസ്പിറസി തിയറി പലതുണ്ട്. അതിൽ വേണമെങ്കിൽ വിശ്വസിക്കാവുന്നത് മൊജ്തബ ഖമീനയുടെയാണ്. അതായത് ഇദ്ദേഹത്തിന്റെ മകൻ അടുത്ത സുപ്രീം ലീഡർ ആകുമെന്ന് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ട്. അതിനെ ബേസ് ചെയ്ത് വേണേൽ പറയുന്നത് വീണ്ടും കുറച്ചുകൂടെ വിശ്വസിക്കാം. അതാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത് കുറച്ചുകൂടെ എങ്കിലും വിശ്വസിക്കാം. അമേരിക്കയ്ക്ക് ഇസ്രായേലിന് യാതൊരു പങ്കുമില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ജസ്റ്റ് ഹെലികോപ്റ്ററിന്റെ കേസിൽ ഒന്ന് ആഡ് ചെയ്യാം. ഈ ഹെലികോപ്റ്ററിനെ നമ്മൾ ഒരുപാട് കുറ്റം പറയുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പല രാജ്യങ്ങളും, ഇപ്പൊ ജപ്പാന്റെ കോസ്റ്റ് ഗാർഡ് ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററാണ് ബെൽ 212. അമേരിക്കയിലെ ഫയർ ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിക്കുന്നുണ്ട് ഇതേ ഹെലികോപ്റ്റർ ബെൽ 212. തായ്ലൻഡിന്റെ നാഷണൽ പോലീസ് ഉപയോഗിക്കുന്നത് ബെൽ 212 ആണ്. അപ്പൊ ഇവരൊക്കെ പക്ഷേ എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുകയും താങ്കൾ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത പോലെ ഉപയോഗിക്കാൻ പാടില്ലാത്ത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ഹ്യൂമൻ എറർ സംഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്കയെ ഇൻഡയറക്ട്ലി പോലും കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഞാൻ കരുതുന്നത്.